എം ജി പ്രതീഷിനൊപ്പം ജെ സിദ്ധാർത്ഥന്റെ അമ്മാവൻ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. നേരത്തെ ആ വിദ്യാർത്ഥിനിയുടെ ശബ്ദരേഖ പുറത്തു വന്നപ്പോൾ അതിൽ വിവരിച്ച ക്രൂരമർദ്ദനം അതൊക്കെ ആ കുടുംബം ശരിവെക്കുന്ന തരത്തിലായിരുന്നു. ആ ശബ്ദരേഖ ഇതിനോടകം അന്വേഷണ സംഘത്തിന് കൈമാറി എന്നതടക്കം കുടുംബം പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ എന്താണ് കുടുംബം വ്യക്തമാക്കുന്ന നിലപാട് പ്രതീഷ്? ഉന്മേഷ്, പ്രധാനമായും കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയും ഈ മരണവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി കോളേജ് അധികൃതർ ന്യായീകരണം നടത്തുന്നു എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. കാരണം ഡീൻ ഉൾപ്പെടെ ഇപ്പോൾ VC-യെ പഴിചാരിയുള്ള ഒരു നടപടി അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണമാണ് ഡീനിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. തുടക്കം മുതൽ തന്നെ കുടുംബം പറഞ്ഞൊരു കാര്യം, സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള വിവരമോ അറിയിപ്പുകളോ ആശയവിനിമയമോ ഒന്നും തന്നെ കുടുംബവുമായി നടത്തിയിട്ടില്ല എന്നതാണ്. സിദ്ധാർത്ഥിന്റെ അമ്മാവൻ തന്നെ ഇപ്പോൾ 24-നോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് കോളേജിലെ ഡീൻ പ്രതികരിച്ചത് കൃത്യമായി കുടുംബത്തെ വിവരങ്ങൾ ധരിപ്പിച്ചു എന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വിവരം ലഭിച്ചിരുന്നോ? എനിക്ക് കിട്ടിയ വിവരം അവിടുത്തെ ഒരു PG കുട്ടിയാണ് വിളിച്ചത്. ആ കുട്ടി വിളിച്ച് അറിയിച്ചത് സിദ്ധാർത്ഥിന് ഇങ്ങനെ ഇത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, തൂങ്ങി നിൽക്കുന്നത് കണ്ടു, അത്രയേ ഉള്ളൂ. അത് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ആ PG കുട്ടി ആ കോളേജിലെ സ്റ്റാഫാണോ എന്ന് എനിക്കറിയില്ല. അപ്പം എന്നെ സംബന്ധിച്ച് അതൊരു PG വിദ്യാർത്ഥിയാണ്. അപ്പൊ ഒരു വിദ്യാർത്ഥിയാണ് അറിയിച്ചിട്ടുള്ളത്. കോളേജിൽ നിന്ന് ഒഫീഷ്യലായിട്ട് സ്റ്റാഫോ ഡീനോ അല്ലെങ്കിൽ ഞാൻ ഇന്ന് കോളേജിന്റെ ചുമതലയുള്ള ആളാണെന്നുള്ള രീതിയിൽ വിളിച്ചിട്ടില്ല. ഏതെങ്കിലും സമയത്ത് ഡീൻ നിങ്ങളുമായി സംസാരിക്കുകയോ സിദ്ധാർത്ഥിന്റെ മരണത്തെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അടുത്ത ദിവസം തന്നെ ഡീനായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. അവിടെ പോയിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം അപ്പോഴും പറഞ്ഞത് എന്തോ മാനസിക വിഷമം കൊണ്ട് ആത്മഹത്യ ചെയ്തു, വേറൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ പോലീസിനോട് ചോദിക്കണം, പോലീസിനാണ് എനിക്ക് പറയാനുള്ള എല്ലാം പോലീസും പറഞ്ഞുതരും, വേറെ ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾ അവരുടെ സാറിന്റെ അടുത്താണ് ആശങ്ക പറഞ്ഞത്, അവിടെ റൂം ഒന്ന് കാണണം, അല്ലെങ്കിൽ ഇത് ചെയ്തു എന്ന് പറഞ്ഞ സ്ഥലം ഒന്ന് കാണണം, എങ്ങനെ തുറന്നു എന്ന് അറിയണം. അതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല, പോലീസാണ് പറയേണ്ടത്, അവിടെയൊക്കെ സീൽ ചെയ്തിരിക്കുകയാണ്. അതൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും വീണ്ടും നിങ്ങൾ പോലീസുമായിട്ട് ബന്ധപ്പെടാൻ. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത്, നിങ്ങൾ കൂടെ വരിക. ഹോസ്പിറ്റലിൽ വെച്ചാണ് അദ്ദേഹം പൊതുദർശനത്തിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്, അല്ലാതെ വേറെ സംസാരമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഡീൻ പറയുന്നത് മർദ്ദനമേറ്റ കാര്യം അറിഞ്ഞിട്ടില്ല, കുട്ടികൾ ആരും തന്നെ തന്നോട് പറഞ്ഞില്ല, സിദ്ധാർത്ഥം ഇക്കാര്യം പറഞ്ഞില്ല എന്നതുമാണ്. ഡീൻ ഒരു കോളേജിൽ ഇത്തരത്തിലൊരു ക്രൂരമായ മർദ്ദനം നടക്കുമ്പോൾ ആ കോളേജിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ ഡീൻ എന്ന നിലയിൽ ഇത് അദ്ദേഹം അറിഞ്ഞിരിക്കേണ്ടതല്ലേ? ആ ഒരു നിലപാടിനോട് എന്താണ് പറയാൻ? ആ കോളേജിന്റെ ഡീനാണ്. ഓക്കെ, കോളേജ് ഹോസ്റ്റലിന്റെ വാർഡൻ കൂടെയാണ് ഇദ്ദേഹം. ആ ഒരു മതിലിന്റെ അപ്പുറത്താണ് അദ്ദേഹം താമസിക്കുന്നത്. ഈ കുട്ടിയുടെ നിലവിളി എത്രയോ ദൂരം കേട്ടു എന്നാണ് അവിടുത്തെ ദൃക്സാക്ഷികൾ പറയുന്നത്. അപ്പം അദ്ദേഹം അവിടെ അതൊന്നും കേട്ടിട്ടില്ല, അവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നെല്ലാം ഇദ്ദേഹം പറയുമ്പോഴും ഇദ്ദേഹം അവിടുത്തെ വാർഡനാണ്, അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് വാർഡനുണ്ട്, അതൊരു കാന്തനാഥനാണ്. ആ പുള്ളി അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുക്കണമെന്ന് ഇവർ രണ്ടുപേരും അവിടെ ഇല്ല. അപ്പം അദ്ദേഹത്തിന് ഈ കോളേജില് ഹോസ്റ്റലിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും അദ്ദേഹം അവിടെ പോകാറില്ല. ഇവിടെ ഇരിക്കുന്ന സീനിയറായ കുട്ടികളാണ് ഈ കോളേജിന്റെ ഹോസ്റ്റലിന്റെ കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അപ്പൊ ഡീനിന് സ്വാഭാവികമായിട്ട് അറിയാൻ കഴിയില്ല. പിന്നെ ഡീനിന്റെ ഈ വിചിത്രമായ മറുപടി എനിക്ക് ചിരി വരുന്നു. കാരണം ഇത്രയും തല്ലിച്ചതച്ച് പുറത്താക്കി കൊണ്ടിട്ടിരിക്കുന്ന സിദ്ധാർത്ഥന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി മറ്റവരാണ് വച്ചിരിക്കുന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പത്രവാർത്തകളിലും എല്ലാം ഞാൻ വായിച്ചു. സിദ്ധാർത്ഥന്റെ കയ്യിൽ നിന്ന് ഫോൺ സീനിയേഴ്സ് വാങ്ങി വെച്ചിരുന്നു. ഈ സിദ്ധാർത്ഥന് എങ്ങനെയാണ് ഡീൻ വീട്ടിൽ വിളിച്ചറിയിക്കുന്നില്ല, പിന്നെയാണ് ഡീനിനെ അറിയിക്കുക. അപ്പം അവിടെ ഇത്രയും 3 ദിവസം നടന്ന കൊടിയ പീഡനം, അല്ലെങ്കിൽ ഒരു കുട്ടിയെ പൂട്ടിയിട്ട് തല്ലുന്നു, ഇതൊന്നും അവിടുത്തെ ഡീൻ അറിഞ്ഞില്ല എങ്കിൽ ഇദ്ദേഹം ഇത് തുറന്നു പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്ത് പണിയാണെന്നാണ് ഇപ്പൊ ആളുകൾ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പണിയാണോ ഡീൻ പണി? വേറെ പണിയാണ് അദ്ദേഹത്തിന് പറ്റിയത്. സിദ്ധാർത്ഥ് മരിച്ച് മൃതദേഹം ആശുപത്രിയിലുള്ള സമയത്തൊക്കെ തന്നെ ഈ വൈസ് ചാൻസലർ കോളേജിലുണ്ട്. അന്ന് അധ്യാപക സ്ഥാനക്കയറ്റത്തിനുള്ള ഇന്റർവ്യൂ അടക്കം നടക്കുന്നുണ്ട്. ഈ വൈസ് ചാൻസലർ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഇടപെടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി ഏതെങ്കിലും തരത്തിൽ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും? ഇല്ല, എനിക്കും അത് അറിയാൻ കഴിഞ്ഞു. സിദ്ധാർത്ഥന്റെ മരണ ദിവസമായിരുന്നു അവിടുത്തെ ടീച്ചേഴ്സിന്റെ പ്രൊമോഷനും മറ്റുള്ള കാര്യങ്ങളും നടക്കുന്നത്. അപ്പം ആ സമയം ഇത് ഒരു കേസായിട്ട് പോവുകയോ ഇതിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ അവർക്ക് അതിനുള്ള അർഹത കിട്ടാതെ പോകും. അവർക്ക് ആ ദിവസം ഒരു ദിവസം മാറിയ അവരുടെ സാലറിയിലും ഗ്രേഡിലെല്ലാം വേരിയേഷൻ വരും. അപ്പൊ അവിടെ ഒരു സ്വാർത്ഥ താല്പര്യം, അധ്യാപകരുടെ സ്വാർത്ഥ താല്പര്യം, അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവർക്ക് ഒരു ഗ്രേഡ് കിട്ടാനും സാലറി കിട്ടാനും മാത്രം ഒരു ജീവനെ പൊലിക്കാൻ വേണ്ടി ഈ അധ്യാപകരെല്ലാവരും
VC-യുടെ നേതൃത്വത്തിൽ. ഇല്ലെങ്കിൽ VC പറയണമായിരുന്നു ഞങ്ങൾക്ക് ഇത് ഇപ്പൊ മരണമാണ്, അവന് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കാം, ഇത് നാളത്തേക്ക് മാറ്റിവെക്കാം എന്ന് പറയാതെ VC-യുടെ നേതൃത്വത്തിൽ ഇത് നടത്തി. അപ്പൊ VC കൃത്യമായ കൃത്യവിലോപം കാട്ടിച്ചു. അതോടൊപ്പം VC ഈ വീട്ടിൽ വരുന്നത് വരെ സംസാരിച്ചിട്ടില്ലായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ 2-3 ദിവസത്തിന് മുന്നാണ് വീട്ടിൽ വന്നത്. വീട്ടിൽ വന്ന അന്നും ഞങ്ങളവിടെ വന്നു ഹറിബറിയായിട്ട് പെട്ടെന്ന് അവരെ കാണുന്നു പോകാൻ തിടുക്കത്തോടെ ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾ ചോദിച്ചത്, സാറേ എന്ത് നടപടിയെടുത്തു ഈ മരണത്തിന്? അത് ഞാൻ നിങ്ങൾ തന്ന പരാതി അനുസരിച്ചുള്ള നടപടികൾ ഉടൻ എടുക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇവിടുന്ന് പോവുകയും ചെയ്തു. ഈ ചുരുക്കം ചില വിദ്യാർത്ഥികൾ പറഞ്ഞ തുറന്നു പറച്ചിലുകൾ, ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുറച്ച് കഴിഞ്ഞാണ് വരുന്നത്. പക്ഷേ ഈ വിദ്യാർത്ഥികളുടെ തുറന്നു പറച്ചിൽ അവർ പേടിച്ചുകൊണ്ടാണെങ്കിലും അത്തരത്തിലൊരു തുറന്നു പറച്ചിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊരു ആത്മഹത്യ അല്ലെങ്കിൽ അത് മാത്രം അത്തരം ഒരു കലാലയ ആത്മഹത്യയായി മാത്രം ഒതുങ്ങിപ്പോകുമായിരുന്നില്ല. തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ തുറന്നു പറഞ്ഞു എന്ന് പറയാനും പറ്റില്ല. 1-2 വിദ്യാർത്ഥികൾ അവിടെ പറഞ്ഞിട്ടുണ്ടാവണം പോലീസിന്റെ അടുത്ത്, അത് എനിക്കറിയില്ല. ഞങ്ങളെ വിളിച്ച് 2-3 വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സിദ്ധാർത്ഥന്റെ അച്ഛനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ അധ്യാപകൻ അല്ലെങ്കിൽ സ്റ്റാഫ് ആരോ ഒരു 2-3 പേര് ഞങ്ങളെ കൃത്യമായി കോണ്ടാക്ട് ചെയ്ത് ഈ വിവരങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ്. അതോടൊപ്പം തന്നെ നോർത്ത് ഇന്ത്യൻസ് ആയ 2-3 വിദ്യാർത്ഥികൾ അവരുടെ നിലയ്ക്ക് ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അവരുടെ നിലയ്ക്ക് പരാതി കൊടുക്കുകയും നാഷണൽ റാങ്കിംഗ് കമ്മിറ്റിക്ക് പരാതി കൊടുക്കുകയും ഇതെല്ലാം കൂടെ ഒത്തുചേർന്നത് കൊണ്ടാണ് ഞങ്ങളുടേതായ രീതിയിലുള്ള ഒരു അന്വേഷണം കൂടെ നടത്തിയത് കൊണ്ട് മാത്രമാണ് ഡീനിന്റെ നേതൃത്വത്തിൽ വെറും ആത്മഹത്യയായിട്ട് ചിത്രീകരിക്കാൻ പോയ ഒരു ഇതിനെ ഞങ്ങൾ കൊലപാതകമാണെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. അത് കൊലപാതകമാണെന്ന് ഇപ്പോൾ ഏകദേശം 90% ആയി കഴിഞ്ഞു. ഇനി 10% പോലീസിന്റെ കയ്യിലാണ്. പോലീസ് തീരുമാനിച്ചാൽ അത് ചിലപ്പോൾ മാറും. ഇപ്പോ 18 വിദ്യാർത്ഥികളാണ് പ്രതികളായിട്ടുള്ളത്. ഇനി നിങ്ങളുടെ ഒരു ആവശ്യം എന്താണ്? കാരണം ഈ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്കെതിരെ വലിയ നടപടികൾ ഉണ്ടാകുന്നില്ല. ഇനി എന്താണ് ഈ കുടുംബത്തിന്റെ ആവശ്യം? കുടുംബത്തിന്റെ ആവശ്യം തീർച്ചയായിട്ടും ഡീനിനെതിരെ നടപടി ഉണ്ടാവണം. ഡീനിനെതിരെയും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായ കാന്തനാഥൻ, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു വ്യാജ പരാതി ഇറങ്ങിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിയിൽ 4-5 ടീച്ചർമാരും ഈ പ്രതിയായ ഒരു കുട്ടിയും അതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെ വന്നു എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പൊ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള മുഴുവൻ അധ്യാപകരെയും ഈ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഗൂഢാലോചനയിൽ ഇവരെ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഇത് വരുള്ളൂ. അതോടൊപ്പം തന്നെ ഈ കേസിന് ദുർബലപ്പെട്ടു പോകാനുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് വേറെയായിട്ടുള്ള ഗൂഢാലോചനയുടെയും കൊലപാതകത്തിന്റെയും വകുപ്പുകൾ ഉൾപ്പെടുത്തി ഇതിന് ശക്തി പകരണമെന്നും കൂടെ പറയുന്നുണ്ട്. ഉന്മേഷ, പ്രധാനമായും സിദ്ധാർത്ഥിന്റെ മരണത്തിൽ വലിയ തരത്തിൽ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്. ഇതിന്റെ സത്യങ്ങളെല്ലാം തന്നെ പുറത്തു വരണം എന്നതാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഈ വീഴ്ച വരുത്തിയ ഡീൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടിയുള്ള നിയമ പോരാട്ടം ഇനിയും തുടരുമെന്നതാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം പ്രതികരിക്കുന്നത്. ഉന്മേഷ്, MG പ്രതീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.